നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കാരുണ്യവാനെ, ദയാനിധിയെ, നീ ഞങ്ങൾക്കായി ഭൂമിയിൽ വരികയും ഞങ്ങൾക്കായി കഷ്ടത അനുഭവിക്കുകയും മരിച്ച് അടക്കപ്പെടുകയും കല്ലറ വിട്ട് എഴുന്നേൽക്കുകയും ചെയ്ത ഭയത്തിന്റെ അനുഭവത്തിലായിരുന്നതായ ശിശു സമൂഹത്തെ ഭയമില്ലാത്തവരാക്കി സമാധാനത്തിന്റെ അനുഭവത്തിൽ അവരെ യഥാസ്ഥാനപ്പെടുത്തുന്നതായ അനുഭവങ്ങളെ ധ്യാനിക്കുന്നതായ ദിനത്തിൽ കർത്താവേ, ഞങ്ങളും വളരെ ആകുലതയോടും വേദനകളോടും ഭയത്തോടും കൂടെ ഭവനങ്ങളിൽ ആയിരിക്കുന്നു. ദൈവമേ, നീ ഞങ്ങളുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെടുകയും മകനെ മകളെ ഭയപ്പെടേണ്ട, സമാധാനപ്പെടുവിൻ എന്നുള്ളതായ ആ ഇമ്പമേറിയ ശബ്ദവും യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവ സാന്നിധ്യവും നീ ഞങ്ങൾക്ക് വിശ്വാസത്തിന്റെ ധീരത തരത്തക്ക വിധത്തിൽ ഞങ്ങൾക്കായി അനുഭവിച്ചതായ വേദനകളുടെ മുറിപ്പാടുകളെ കാണുവാനും, കണ്ടതുകൊണ്ടല്ല കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നുള്ളതായ അത്ഭുതമേറിയ അനുഭവത്തിന് പങ്കാളികളായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. കർത്താവേ, ഈ ആകുലതകളുടെയും വേദനകളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ അനുഭവത്തിന്റെ മധ്യത്തിൽ പ്രത്യാശ തരുന്നതായ നിന്റെ ഉയർപ്പിന്റെ അനുഭവത്താൽ യഥാസ്ഥാനപ്പെടുവാൻ ഞങ്ങളെ ഈ ദിന ശുശ്രൂഷകളിലൂടെ അവിടുന്ന് സഹായിക്കണമേ. ഭവനങ്ങളിലായിരിക്കുന്ന നിന്റെ മക്കളെയൊക്കെ കർത്താവേ, അവിടുന്ന് പ്രത്യാശയുടെ അനുഭവത്തിൽ യഥാസ്ഥാനപ്പെടുത്തണമേ. വിശ്വാസത്തിന്റെ തീഷ്ണത ഞങ്ങൾക്കെല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. ശുശ്രൂഷയിൽ ആദ്യോടന്തം അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. അടിയങ്ങളുടെ പ്രാർത്ഥനയെ കൃപയോടെ കേൾക്കണമേ. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 28-ാമത്തെ പാട്ടുപാടി ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ക്രിസ്തീയ കീർത്തനത്തിൽ 28, നമ്പർ 28. പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ആകാശ
ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. കർത്താവിന്റെ നാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ശുഭ്രാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ശുഭ്രാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ശുഭ്രാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളാടിയാട് രാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ സമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നീക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരുടെ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ ഭാഗ്യം നൽകുന്നവയും പ്രകാശം നിറഞ്ഞിരിക്കുന്നവയുമായ നിന്റെ രശ്മികളാൽ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഈ ദിവസത്തിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ കർത്തൃത്വത്തിന്റെ ഉദയത്താൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവന്റെ പ്രത്യാശയും ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷിതാവുമായി ഞങ്ങളുടെ കർത്താവ് ദൈവവുമായ മശിഹായേ നിന്റെ കൃപയുടെ സഹായങ്ങൾ കൊണ്ട് ഞങ്ങളെ തുണയ്ക്കുകയും ചെയ്യണമേ. അനുതാപത്തിന്റെ നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണകളുടെ ബഹുത്വപ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ അന്യായത്തിൽ നിന്ന് നന്നായി കഴുകേ എന്റെ പാപങ്ങൾ വെടിപ്പാക്കണമേ. എന്നാൽ എന്റെ അതിക്രമങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങളും എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. നിന്നോട് ഞാൻ പാപം ചെയ്തു. നിന്റെ തിരുഭാഗതന്മകൾ ഞാൻ ചെയ്തു. നിന്റെ സ്വഭാവം എന്റെ മേൽ തളിക്കണമേ. ഞാൻ നിർമ്മലനാകും. അതിനാൽ എന്നെ നീ വെളുപ്പിക്കണമേ. ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയുള്ളവനാകും. എന്റെ പാപങ്ങൾ നിന്റെ മോന്തിരിച്ച് നിന്റെ അതിക്രമങ്ങളൊക്കെ മായ്ച്ചു കളയണമേ. ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ. സ്ഥിരമുള്ള ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ എന്നെ തള്ളിക്കളയരുതേ. നിന്റെ വിശ്രൂഹാൽ എടുക്കുകയും അരുതേ. നിന്റെ ക്ഷേമാനന്ദവും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ റൂഹ എന്നെ താങ്ങുമാറാകണമേ. കർത്താവേ എന്റെ അതിരങ്ങളെ തുറക്കണമേ. നിന്റെ സ്തുതികൾ പാടും. ദൈവമേ സ്തുതിക്കുമാകുന്നു. പാറയ്ക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അനുതാപ പ്രാർത്ഥനകളിൽ മൂന്നാമത്തത് നമുക്കെല്ലാവർക്കും ചേർന്ന് ചൊല്ലാം. പേജ് നമ്പർ 8. സർവശക്തനായ ദൈവമേ, ഞങ്ങളിൽ ജീവശ്വാസമൂതിയ സൃഷ്ടാവേ, പരിശുദ്ധ താല്പര്യങ്ങളെയും ചിന്തകളെയും ഞങ്ങളിൽ പുലർത്തുന്ന പ്രിയനാഥ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ബഹുത പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ചെയ്യേണ്ടത് ചെയ്യാതെയും ചെയ്യരുതാത്തത് ചെയ്തും ഞങ്ങൾ നിന്നെ ദുഃഖിപ്പിച്ചു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ വിചാരങ്ങളെയും ആഗ്രഹങ്ങളെയും പ്രയത്നങ്ങളെയും വിശുദ്ധീകരിക്കണമേ.
ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ച് അപ്രത്യക്ഷവും നിത്യവുമായ യാഥാർത്ഥ്യങ്ങളെ കണ്ട് ഗ്രഹിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങൾ വെറുത്ത് ഏറ്റുപറഞ്ഞ പാപങ്ങൾ ഞങ്ങളുടെ മേലിനി അധികാരം നടത്തുകയില്ല എന്ന് ഉറപ്പ് ഞങ്ങൾക്ക് തരണമേ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവർക്കുള്ള ഭാഗ്യാവസ്ഥ ഞങ്ങൾ അനുഭവിച്ച് നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള പുണ്യവാന്മാരോടും പുണ്യവതികളോടും കൂടെ നിത്യമോശാനത്തിന് ഞങ്ങളെ അർഹരാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ യേശുമിശിഹ നിമിത്തം ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ചു കൊള്ളുന്നു. ആമേൻ. പാപികളോട് കരുണയുള്ളവനായ ദൈവമേ, നിന്റെ ന്യായവിധിയിൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ ഭക്തവാത്സല്യത്തിന്റെ ആധിക്യ നിമിത്തം ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. കരുണയുള്ളവനെ ഞെരുങ്ങിയിരിക്കുന്നവരാ ഞങ്ങൾ നിന്റെ വാതിലിൽ മുട്ടുന്നു. നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ യാചനകൾ നൽകണമേ. കുറ്റം ചെയ്തു പോയവർ തിരഞ്ഞ് സങ്കടത്തോടെ പ്രാർത്ഥിച്ചാൽ അവർക്ക് നീ അനുഗ്രഹങ്ങൾ നൽകുന്നവനാകയാൽ കരുണാപൂർണനായ യേശുമിശിഹായേ, ഞങ്ങൾക്കും അനുഗ്രഹങ്ങളുടെ വാതിൽ തുറന്നു തരണമേ. സ്വർഗസ്ഥനായ പിതാവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വെളുപ്പേൻ ഞാൻ ഉത്തരം പറയുമെന്നും മുട്ടുവേൻ ഞാൻ തുറക്കുമെന്നും ചോദിപ്പേൻ ഞാൻ തരുമെന്നും അരുളി ചെയ്തവനാ സ്തുതി. താഴെയുള്ളവരുടെ ക്ഷണവുമായ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കന്യകാമറിയാമിന്റെ പാട്ട്. എന്റെ ദൈവമേ, കർത്താവിനെ പുകഴ്ത്തുന്നു. എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ സന്തോഷിച്ചു. എന്തെന്നാൽ അവൻ തന്റെ ദാസരുടെ താഴ്ചയെ കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. കണ്ടാലും ഇത് മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. എന്തെന്നാൽ ശക്തനായവൻ വലിയ കാര്യങ്ങളെങ്കിൽ പ്രവർത്തിച്ചു. അവന്റെ നാമം പരിശുദ്ധവുമാകുന്നു. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറകൾക്കും ഗോത്രങ്ങൾക്കും ഉണ്ടാകുന്നു. അവൻ തന്റെ ഭുജം കൊണ്ട് ജയമുണ്ടാക്കി ഹൃദയവിചാരത്തിൽ അഹങ്കാരികളായവരെ ചിതറിച്ചു. അവൻ ബലവാന്മാരെ സിംഹാസനം മറച്ചിട്ട് താണവരെ ഉയർത്തി. അവൻ വിശപ്പുള്ളവരെ നന്മകൾ കൊണ്ട് സമ്പൂർണ്ണരാക്കി ധനവാന്മാരെ വെറുതെ അയച്ചു. അവൻ തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിക്കുകയും തൻ അബ്രഹാമിനോടും സന്തോഷവുമായി നമ്മുടെ പിതാക്കന്മാരുടെ പ്രകാരം എന്നേക്കും തന്നെ അനുവർക്കുകയും ചെയ്തു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സാരാംശത്തിലേകമായിരിക്കുന്ന ശക്തിയും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും എന്ന മൂന്ന് ആളത്തുകളുള്ളവനുമായി സത്യേക ദൈവവുമായുള്ളവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. 150 മസ്മൂർ, പേജ് നമ്പർ 15. പേജ് നമ്പർ 15, 150 മസ്മൂർ. കർത്താവിനെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പിൻ. അവന്റെ ശക്തിയുടെ ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പിൻ. അവന്റെ വല്ലഭത്വം നിമിത്തം അവനെ സ്തുതിപ്പേൻ. അവന്റെ ശ്രേഷ്ഠതയുടെ ബഹുലപ്രകാരം അവനെ സ്തുതിപ്പേൻ. ആഹ്ലാദ ശബ്ദം കൊണ്ട് അവനെ സ്തുതിപ്പിൻ. തന്തനികൾ കൊണ്ടും കിന്നരങ്ങൾ കൊണ്ടും അവനെ സ്തുതിപ്പിൻ. തപ്പുകൾ കൊണ്ടും ചതുരത്തപ്പുകൾ കൊണ്ടും അവനെ സ്തുതിപ്പേൻ. ഇമ്പമുള്ള വീണകൾ കൊണ്ടും അവനെ സ്തുതിപ്പേൻ. നാദമുള്ള കൈത്താളങ്ങൾ കൊണ്ടും അവനെ സ്തുതിപ്പിൻ. ഉച്ചനാദത്താലും മാർപ്പുവിളിയാലും അവനെ സ്തുതിപ്പിൻ. ജീവനുള്ളതൊക്കെ കർത്താവിനെ സ്തുതിക്കട്ടെ. ദൈവമേ, സ്തുതിയോഗ്യമാകുന്നു. പാലിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തൃത്വത്തിന് സ്തുതി, തൃത്വത്തിന് സ്തുതി. സ്തുതിക്കപ്പെട്ടതും സ്വയംഭൂവായതും ആദിയും അന്തവുമില്ലാത്തതുമായ തൃത്വത്തെ ഞങ്ങളും സ്തുതിക്കുന്നു. ദൈവമേ, മാലാകമായിട്ട് സ്തുതി ഗീതമായിട്ടുള്ളത് പേജ് നമ്പർ 19, 1, 2 ചരണം. ആദികളും ബലഹീനരുമാ അടിയാരേതാ മേൽപ്പെട്ടവരാ ദൂതരെ പോൽ സ്തുതി ചെയ്തിടുന്നു.
സ്തോത്രം എന്നേക്കും ദൈവമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ള കർത്താവേ, എല്ലാ കാലവും എല്ലാ സമയവും ഞങ്ങളുടെ ആയുസ്സും നാളൊക്കെയും നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യത്വമുള്ളതുമായ നിന്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യും. ദൈവമായ കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. തിരുനാമം സ്തുതിക്കപ്പെട്ടതും എന്നേക്കും സ്തുതികളാൽ പ്രബലപ്പെട്ടതും ആകുന്നു. സകലത്തിന്റെയും ദൈവവും സത്യത്തിന്റെ പിതാവുമായവനെ, ഏകപുത്രനോടും ജീവനുള്ള വിസ്തൃകായിട്ടും കൂടെ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. സ്തുതി നിനക്ക് ചർച്ചയാകുന്നു. സർവകാലവും പുകഴ്ച നിനക്ക് ന്യായവും ആകുന്നു. ആമേൻ. നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ വായിക്കാം. 1ഉം 2ഉം പാഠങ്ങൾ വായിക്കാം. ഒന്നാം പാഠമായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ജനസിസ് ചാപ്റ്റർ 3 വേഴ്സസ് 13 to 17. യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ഈ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന്, പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്തുകൊണ്ട് എല്ലാ കന്നുകാലികൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും വച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതിക്കാൽ തകർക്കും. സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുകയും ചെയ്തുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. ഇങ്ങനെ 1-ാം പാഠം വായിച്ചു പൂർണ്ണമാകുന്നു. രണ്ടാം പാഠഭാഗമായി നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. കൊലോസിയൻസ് ചാപ്റ്റർ 3 വേഴ്സ് 1 to 11. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹ ആരാധനയായ അത്യാഗ്രഹം
ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണക്കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുൻപേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവീൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല. ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാം ആകുന്നു. ഇങ്ങനെ പാഠഭാഗം വായിച്ചു പൂർണ്ണമാകുന്നു. ക്രിസ്തീയ കീർത്തനത്തിൽ 201 പാട്ട് പാടാം. ക്രിസ്തീയ കീർത്തനത്തിൽ 201. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം, തന്റെ വിശുദ്ധവാക്യത്തിൽ നമ്മുടെ ജീവനാ. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ദൈവവചനം ജീവനും ശക്തിയുമാകയാ, ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ട. ആത്മമരണം മാറും, നീതിയിൽ അവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. അന്ധനു കാഴ്ച നൽകുവാൻ വചനം മാർഗമാ, സത്യത്തിൽ അതു കാക്കുവാൻ സ്വർഗത്തിൻ ദാനമാ. ഒഴിയുവാൻ നിത്യനാശം, കാലിനൊരു പ്രകാശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ലോകവും അവസാനിക്കും, വാനവുമില്ലതാ. ദൈവവാക്കു പ്രമാണിക്കും, ഭക്തനോ നിത്യനാ. വാട്ടും മാലിന്യം നാശം, ഇല്ലാതൊരവകാശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള അപേക്ഷകളിൽ മൂന്നാമത്തത് പേജ് നമ്പർ 23 23 പുറത്തുള്ള പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള അപേക്ഷ. സകല ഹൃദയങ്ങളെയും ശോധന ചെയ്യുന്നവനും പരിശുദ്ധനും വിശുദ്ധിയുള്ളവരോട് അനുകൂലനും പാപങ്ങളെ ക്ഷമിക്കുന്നവനുമായ കർത്താവേ, തിരുസന്നിധിയിൽ നിൽപ്പാൻ ഞങ്ങൾ അയോഗ്യരാകുന്നുവെന്നും നിങ്ങളിലേക്ക് അടുത്തു വരുവാനും നിന്റെ കർത്തൃത്വത്തിന്റെ മഹാസന്നിധിയിൽ വായി തുറപ്പാനും ഞങ്ങൾക്ക് ധൈര്യമില്ലെന്നും നീ അറിയുന്നുവല്ലോ. ഇത് നിമിത്തമായി തിരുവിധം പോലെ നിന്നെ വന്നിപ്പാൻ നിന്റെ കരുണകളുടെ ആധിക്യം കൊണ്ട് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. താഴ്മയുള്ളവരെ സ്നേഹിക്കുന്ന ദൈവം നീയാകയാൽ ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിച്ച് ഈ സമയത്ത് അനുഗ്രഹങ്ങളും കൃപയും കണ്ടെത്തുവാൻ ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ വിശുദ്ധ റൂഹായാൽ ഞങ്ങൾ ശക്തി പ്രാപിച്ച് നിനക്ക് ഇഷ്ടമുള്ളവരായിരിക്കാൻ വിശുദ്ധ സ്ലീഹന്മാർക്ക് നീ അയച്ച പ്രകാരം നിന്റെ വിശുദ്ധിയുടെ ഔന്നത്യത്തിൽ നിന്ന് അവന്റെ ശക്തിയെ ഞങ്ങൾക്കും അയച്ചു തരണമേ. കർത്താവേ, നീ തിരിഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ആത്മാക്കളുടെ പുണ്യവും പ്രത്യാശയുടെ ശരണവും കണ്ണുകൾക്ക് പ്രകാശവും
ജീവന്റെ ഉടയവനും നീയാകയാൽ കുറ്റമറ്റ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെല്ലാവരും ഏകശരീരമായിരിക്കാനും നിന്റെ ഇഷ്ടന്മാരായ പരിശുദ്ധന്മാരോടുകൂടെ ഞങ്ങൾക്ക് ഓഹരി ലഭിപ്പാനും നിന്റെ വിശുദ്ധ റൂഹായുടെ കൃപയാൽ ഞങ്ങളുടെ ആത്മാക്കളെ ശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും ബഹുമാനവും എന്നേക്കും നിനക്ക് യോഗ്യമായിരിക്കുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ആമേൻ. 27-ാം പുറത്തുള്ള അപേക്ഷ. സകലത്തിന്റെ ഉടയനായ ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഈ സമയത്തോളം ഞങ്ങളെ ക്ഷേമത്തോടെ കൊണ്ടുവന്നിരിക്കുന്നതിനായി നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ കരുണയാൽ ഇന്നേ ദിവസം പാപവും ആപത്തും കൂടാതെ ഞങ്ങളെ കാത്ത് നീതി ഞങ്ങളെ പാലിച്ചുകൊള്ളണമേ. കർത്താവേ, ഞങ്ങളുടെ ശരണം നിന്നിൽ മാത്രമാകിയാൽ നിന്റെ പ്രീതി വാത്സല്യവും ആർത്ത കരുണയും ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ. നീ കൃപയുള്ള കർത്താവാകിയാൽ നിന്റെ പ്രമാണങ്ങളുടെ വഴി ഞങ്ങളെ പഠിപ്പിച്ച് അതിൽ ഞങ്ങളെ നടത്തണമേ. പരിശുദ്ധനായ കർത്താവേ, നിന്റെ പ്രകാശത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഇന്നേ ദിവസം ഞങ്ങൾക്ക് ആവശ്യമുള്ള സകല നന്മകളും ഞങ്ങളുടെ മേൽ വർഷിപ്പിക്കുകയും ചെയ്യണമേ. സ്തുതിയും ബഹുമാനവും ആധിപത്യവും നിനക്ക് യോഗ്യമായിരിക്കുന്നു. ആമേൻ. മൂന്നാം ഞായറാഴ്ചത്തെ ശുശ്രൂഷ, പേജ് നമ്പർ 38. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരണമേ. മഹത്വായ ശ്ലീബായുടെ ബലത്താൽ തിരുസഭയെ വീണ്ടെടുക്കുകയും രക്ഷാകരമായ ഉയർത്തെഴുന്നേൽപ്പിനാൽ സ്വന്തം അവകാശമായ ആട്ടിൻകൂട്ടത്തെ സന്തോഷിപ്പിക്കുകയും വിശുദ്ധ സമാധാനത്താൽ ശിഷ്യന്മാരെ സമാധാനപ്പെടുത്തുകയും മഹത്വ ദർശനത്താൽ സ്നേഹന്മാരെ ഉറപ്പിക്കുകയും ചെയ്ത രക്ഷിതാവായ മശിഹാ തമ്പുരാന, പ്രാർത്ഥനാ ശുശ്രൂഷയുടെ നേരത്ത് നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും അതിന് യോഗ്യമായിരിക്കുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സാക്ഷാൽ തേജസ്വരൂപനായ ദൈവമേ, നിന്റെ പ്രത്യക്ഷതയാൽ സൃഷ്ടിയെ നീ പ്രകാശിപ്പിച്ചു. നിന്റെ വരവിനാൽ മരണമുള്ളവരായി ഞങ്ങളെ നീ രക്ഷിച്ചു. അദൃശ്യനായ ഞങ്ങളുടെ കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുവാനും ജീവിപ്പിക്കുവാനുമായി തത്വഭേദം വരാതെ നീ മനുഷ്യനായി അവതരിച്ചു. നിന്റെ മുഖശോഭയാൽ മരണനിഴലിൽ താഴ്വരെ നീ പ്രകാശിപ്പിച്ചു. നിന്റെ കബറടക്കത്താൽ ഞങ്ങളുടെ കബറടക്കം നീ പ്രത്യാശപൂർണമാക്കി തീർത്തു. നിന്റെ ഉയർപ്പിനാൽ ഞങ്ങളെ നീ ജീവിപ്പിച്ചു. നിന്റെ ജയത്താൽ ഞങ്ങളെ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. നിന്റെ മഹാത്മ്യത്താൽ ഞങ്ങളുടെ ബലഹീനത നീ നീക്കിത്തന്നു. ആകയാൽ ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ, ഞങ്ങളുടെ രക്ഷയ്ക്കായി നീ സാധിച്ചു തന്നിട്ടുള്ള വിവിധ സഹായങ്ങൾ നിമിത്തം സ്തുതിയുടെ ശബ്ദം ഉയർത്തി നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് യുദ്ധം ചെയ്യുന്ന ദൃശ്യരും അദൃശ്യരുമായ സകല ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച് രക്ഷിക്കണമേ. രക്ഷയുടെ ശ്രേഷ്ഠമായ പരിചയം ഞങ്ങൾക്ക് നൽകണമേ. കരുണയും സഹായങ്ങളും നിറഞ്ഞിരിക്കുന്ന നിന്റെ ബലമുള്ള വലം കൈയാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിനക്ക് പ്രസാദകരമായ വിശുദ്ധിയുള്ള അവസാനത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുകയും ചെയ്യണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഗാഗുൽഥായുടെ മുകളിൽ യാഗമായി അർപ്പിക്കപ്പെടുകയും കുരിശിലെ മരണത്താൽ ലോകത്തിന്റെ അകൃത്യത്തെ പരിഹരിക്കുകയും ചെയ്ത പാപപരിഹാര ബലിയും നിരപ്പുണ്ടാക്കുന്ന ധൂപവുമായ കർത്താവേ, നിന്റെ മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. നിന്റെ ബഹുമാനത്തിന്റെ മഹാപരിശുദ്ധ സ്ഥലത്തേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെ കാരുണ്യത്താൽ ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കുകയും പാപങ്ങൾക്ക് മോചനവും നൽകണമേ. നിന്റെ നാമമഹത്വത്തിന് ഉതക്കത്തക്ക വിധത്തിൽ ഞങ്ങളുടെ ജീവിതം ശരിപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നീ സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ.
ശ്രീബാണ്ട് നിന്റെ സന്താനങ്ങളെ കാത്തുകൊള്ളണമേ. മരണത്തെ കീഴ്പ്പെടുത്തിയ ശക്തിമാനാവൻ കുരിശിൽ ഉറങ്ങിയ ശേഷം മൂന്നാം ദിവസം ഉണർന്നെഴുന്നേറ്റു. താൻ 3 ദിവസം കബറിൽ ശേഷം തന്റെ ഭാരം നീങ്ങിപ്പോയി. കഷ്ടത അനുഭവിച്ചവൻ ദൈവശക്തിയാൽ നാശം കാണാതെ ഉണരുകയും ചെയ്തു. മഹാശക്തിയോടെ പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ച പിതാവിന് മഹത്വം. മനസ്സോടെ കബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ പുത്രന് വന്ദനം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആഘോഷപൂർവ്വം തന്നെ ബഹുമാനിച്ച റുഹായിക്ക് സ്തോത്രം. തൃത്വമായിരിക്കുന്ന സർവശക്തനായ ദൈവമേ, നിനക്ക് സ്തുതി. സർവ്വലോകരെയും ഭൂലോകരെയും സമാധാനപ്പെടുത്തി സമാധാനമായുള്ളവേ, നിന്റെ തിരുസഭയെ സമാധാനപ്പെടുത്തി പ്രകാശത്തിന്റെ ശ്രീഭാഗമുണ്ട് അതിന്റെ സന്താനം കാത്തുകൊള്ളണമേ. 32 പേജ് നമ്പർ 32. അത്യുന്നതങ്ങളിൽ കർത്താവിന്റെ തിരുനാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. അത്യുന്നതങ്ങളിൽ കർത്താവിന്റെ ബഹുമാനം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. അത്യുന്നതങ്ങളിൽ കർത്താവിന്റെ ബഹുമാനം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. വിശുദ്ധിയും മഹത്വമുള്ള തൃത്വമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹമരുളണമേ. വിശുദ്ധിയും മഹത്വമുള്ള തൃത്വമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹമരുളണമേ. വിശുദ്ധിയും മഹത്വമുള്ള തൃത്വമേ, അനുഗ്രഹമരുളണമേ. നീ എന്നേക്കും വിശുദ്ധിയും മഹത്വമുള്ളവനാകുന്നു. നീ എന്നേക്കും വിശുദ്ധിയും മഹത്വമുള്ളവനാകുന്നു. നീ വിശുദ്ധിയുള്ളവനാകുന്നു. നിന്റെ തിരുനാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണമേ, നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരെ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. രണ്ടാം ഭാഗം ശുശ്രൂഷ പേജ് നമ്പർ 51 പേജ് നമ്പർ 51. ഗാഗുൽഥായുടെ ഉയരത്തിൽ യാഗമായി അർപ്പിക്കപ്പെടുകയും അതിനാൽ സർവ്വലോകത്തിന്റെയും പാപങ്ങൾ പരിഹരിക്കുകയും ചെയ്ത കർത്താവേ, ഈ സമയത്ത് നിന്റെ ധാരാളമായ അനുഗ്രഹങ്ങൾക്കായി നോക്കിപ്പാർക്ക് നിന്റെ അടിയാരായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊണ്ട് ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും വിശുദ്ധീകരിക്കണമേ. സ്നേഹവും സമാധാനവും ഐക്യമത്യവും ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ. കർത്താവേ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കിൽ മഹത്വമുള്ള ഉയർത്തെഴുന്നേൽപ്പിനും നിന്റെ വലതു ഭാഗത്തുള്ള നിലയ്ക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുകയും ചെയ്യണമേ. ഓശോ വബകുൽസുബാലവൽമേൻ. ആമേൻ. 63 ദൈവമേ, നീ എന്റെ ദൈവമാകുന്നു. നിനക്കായി ഞാൻ നോക്കി പാർക്കും. ദാഹിച്ചു വെള്ളത്തിനായി കാക്ഷിക്കുന്ന ഭൂമി പോലെ എന്റെ ആത്മാവ് നിന്നെ കുറിച്ച് ദാഹിച്ചിരിക്കുന്നു. എന്റെ ദേഹവും നിനക്കായി കാത്തിരിക്കുന്നു. നിന്റെ ബലവും ബഹുമാനവും കാണുവാൻ ഇപ്രകാരം സത്യത്തോടെ നിന്നെ ഞാൻ നോക്കി. എന്തെന്നാൽ നിന്റെ കരുണ ജീവനേക്കാൾ നല്ലതാകുന്നു. എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. ഇപ്രകാരം ഞാൻ എന്റെ ആയുഷ്കാലം മുഴുവൻ നിന്നെ വാഴ്ത്തും. നിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകൾ ഉയർത്തുകയും ചെയ്യും. എന്റെ ആത്മാവ് മഞ്ഞയും മേധസ്സും കൊണ്ടെന്ന പോലെ പുഷ്ടിയുള്ളതായി എന്റെ വായുസ്സുള്ളതിനെ കീർത്തിക്കും. എന്റെ കിടക്കയിൽ ഞാൻ നിന്നെ ഓർക്കുകയും രാത്രി തോറും നിന്നെ ധ്യാനിക്കുകയും ചെയ്തു. എന്നതാൽ നീ എനിക്ക് സഹായനായി തീർന്നു. നിന്റെ ചിറകുകളുടെ കീഴിൽ ഞാൻ മറയ്ക്കപ്പെടും. എന്റെ ആത്മാവ് നിന്നെ പിന്തുടർന്നു. നിന്റെ വലങ്കൈ എന്നെ താങ്ങുകയും ചെയ്തു. ദൈവമേ, നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. കർത്താവേ, ആത്മേന്മാരും ആത്മേരുമായി കൂട്ടങ്ങൾ ഉന്നതങ്ങളിൽ നിന്നെ സ്തുതിക്കുന്നു. അവരോടുകൂടെ ഞങ്ങളും ആർത്തു ചൊല്ലുന്നു. ഞങ്ങളെ പോറ്റുകൊള്ളണമേ. കർത്താവേ, നിന്റെ താഴ്മയെ ഞങ്ങൾ കൊണ്ടാടുന്നു. നിന്റെ ദൈവത്വത്തെയും മരിച്ചവരുടെ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, വിശ്വാസമുള്ള സഭയുടെ സന്താനങ്ങളായ ഞങ്ങളെ നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ സന്തോഷിപ്പിച്ചതുകൊണ്ട് ഭൂമിയിൽ നിനക്ക് ഞങ്ങൾ വന്ദനം ചെയ്യുന്നു.
കർത്താവേ, നീ എഴുന്നള്ളി വഴിതെറ്റിൽ നിന്ന് സഭയെ രക്ഷിച്ചതുകൊണ്ട് സഭയും അതിന്റെ സകല സന്താനങ്ങളും നിന്നെ സ്തുതിച്ച് നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ വന്ദിക്കുന്നു. മിശിഹായേ, നീ എഴുന്നള്ളുമ്പോൾ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ രക്ഷിക്കാൻ തന്റെ പിതാവിനെ സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകമറിയാം ജഡം ധരിച്ച ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ നടപടിയുടെ കാലങ്ങളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ. ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരൽ ഇടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമാസും ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ തോമാസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്ക എന്ന് പറഞ്ഞു. തോമസ് അവനോട്, എന്റെ കർത്താവും എന്റെ ദൈവവും ആയുള്ളോവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമുക്ക് അല്പസമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ചെലവഴിക്കാം. കാരുണ്യവാനായ ദൈവമേ, ലോക ജീവിതത്തിന്റെ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവത്തിലൂടെ നീ ഞങ്ങളെ പ്രവേശിപ്പിച്ചിരിക്കുമ്പോൾ, സൃഷ്ടിതാവേ, നീ ഞങ്ങൾക്ക് തുണയായി കാവലായുള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം. രോഗങ്ങളും പ്രയാസങ്ങളും വേർപാടിന്റെ ദുഃഖങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ ലോക ജീവിതത്തിന്റെ അനുഭവത്തിൽ നീ ഞങ്ങൾക്ക് രക്ഷിതാവായി, മരണത്തെ ജയിച്ചവനായി, ഓരോ നിമിഷവും ഞങ്ങളെ പ്രത്യാശയുടെ അനുഭവത്തിൽ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമായി ഞങ്ങളോട് കൂടെ ഉള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഭയത്തിന്റെയും വിറയലിന്റെയും അനുഭവത്തിൽ വളരെയധികം പ്രയാസത്തോടും ആകുലതയോടും കൂടെ നിന്റെ സൃഷ്ടി ഈ ദിനങ്ങൾ കടന്നു പോകുന്നു. എന്നാൽ അവയുടെ മധ്യത്തിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെടുകയും വളരെ പ്രത്യാശയുടെ അനുഭവം നൽകി സമാധാനത്തോടെ നിന്റെ വാക്കുകളാൽ പുതുജീവൻ പ്രാപിച്ച് മുമ്പോട്ട് ജീവിക്കുവാൻ യഥാസ്ഥാനപ്പെടുന്ന ദൈവമേ, നിന്റെ സൃഷ്ടിയോട് അവിടുന്ന് മനസ്സലിയണമേ. ദാവീദപുത്ര, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ വലിയ കൃപ, നിന്റെ ആണിപ്പഴുതുള്ള കരം, നിന്റെ വിലാപ്പുറം കർത്താവേ, ഞങ്ങൾക്ക് പ്രത്യാശയുടെയും നിറവിന്റെയും അനുഭവം തരുന്നതാണല്ലോ. പ്രത്യേകിച്ച് കർത്താവേ, മരണത്തെ ജയിച്ച ജീവന്റെ അനുഭവത്തിലേക്ക് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ ശിഷ്യന്മാരെ യഥാസ്ഥാനപ്പെടുത്തുന്ന അനുഭവങ്ങൾ ധ്യാനിക്കുന്ന ഈ ദിനം കർത്താവെ, ഞങ്ങളെല്ലാവരും കൂടുതൽ വിശ്വാസതീഷ്ണതയോടെ കർത്താവെ അനുഭവങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, ലോകമെമ്പാടും ബാധിച്ചിരിക്കുന്നതായ COVID-19 ബാധയിൽ അകപ്പെട്ട് ആയിരിക്കുന്നതായ ജനതയെ അവിടുന്ന് വിടുവിക്കണമേ, സൗഖ്യത്തെ കൊടുക്കണമേ. വേർപാടിന്റെ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഭവനങ്ങൾക്ക് സ്വർഗീയമായ സമാധാനം കൊടുത്ത് അവിടുന്ന് കാവൽ ചെയ്യണമേ. ഞങ്ങളുടെ രാജ്യങ്ങളെയൊക്കെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. പ്രത്യേകിച്ച് യുഎസ്എക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദേശത്തിന്റെ വിവിധ ഇടങ്ങൾ വളരെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നുവല്ലോ. അനേക ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു,
അനേക ജീവനുകൾ ആശുപത്രികളിലും ഭവനങ്ങളിലുമായി പ്രയാസം അനുഭവിക്കുന്നു. ദൈവമേ, അവിടുന്ന് മനസ്സറിയണമേ. നിന്റെ കരുണ ചൊരിഞ്ഞ് എല്ലാവർക്കും പുതുജീവന്റെ അനുഭവം ലഭിച്ച പ്രത്യാശയോട് ജീവിപ്പാൻ അവിടുന്ന് എല്ലാവരെയും സഹായിക്കണമേ. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭാ നേതൃത്വങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. പ്രത്യേകിച്ച് വലിയ മെത്രാപ്പോലീത്ത തിരുമേനിക്ക് വേണ്ടി, മെത്രാപ്പോലീത്ത തിരുമേനിക്ക് വേണ്ടി, മറ്റ് എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ശക്തമായ ആത്മനിറവോടെ സഭയെ നയിപ്പാൻ അവിടുന്ന് നിന്റെ മക്കളെ എല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങളുടെ ഭദ്രാസനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭദ്രാസന അധിപനെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. ദൈവമേ, അവിടുന്ന് ശക്തീകരിക്കണമേ. ഭദ്രാസന പ്രവർത്തനങ്ങളിലൊക്കെ കർത്താവെ തുടർന്നും നിന്റെ കരുത്തിന്റെ പ്രവർത്തനം അനുഭവിപ്പാൻ ഏറ്റവും ശക്തമായി മുന്നോട്ട് പ്രവർത്തിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. ഭദ്രാസന പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കുന്നതായ മറ്റ് ഭാരവാഹികളെ, പ്രവർത്തകരെ എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആൾസന പ്രദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭകളെയും ഇടവുകളെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. പ്രത്യേകിച്ച് സഹ്യോൻ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് കാവൽ ചെയ്യണമേ. രോഗങ്ങളിലും പ്രയാസങ്ങളിലും ഒക്കെ ആയിരിക്കുന്നവർക്ക് അവിടുന്ന് വിടുതൽ കൊടുക്കണമേ. അനേക രോഗികളുണ്ടല്ലോ, പ്രായാധികത്തിന് അനുഭവത്തിലായിരിക്കുന്നവരുണ്ടല്ലോ, രക്ഷാർത്ഥി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തെ അയക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ഭവനത്തിലായിരിക്കുമ്പോൾ കർത്താവേ, അവരുടെ പഠനമൊക്കെ ഏറ്റവും ഭംഗിയായി തുടരുവാനും ഈ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുവാനും അധ്യാപകരുടെ നിർദ്ദേശങ്ങളെയൊക്കെ പാലിക്കുവാനും ഏറ്റവും ഭംഗിയായി പഠിപ്പാനും അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേകിച്ച് ഈ ദിനങ്ങളിൽ ഗ്രാജുവേറ്റ് ചെയ്യേണ്ടതായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ മക്കളെ ഓരോരുത്തരെയും കർത്താവേ കാവൽ ചെയ്യണമേ. അകലങ്ങളിലായിരിക്കും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. ഈ ദിനങ്ങളിലൊക്കെ കർത്താവേ, ഭവനങ്ങൾ പ്രാർത്ഥനാലയങ്ങളായി അവിടുന്ന് രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. അർത്ഥവത്തായി നിന്നെ ധ്യാനിപ്പാനും പ്രാർത്ഥിപ്പാനും ആകുലതകൾ, വേദനകൾ തിരുസന്നിധിയിൽ സമർപ്പിപ്പാനും എല്ലാ കുടുംബങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളെയൊക്കെ കർത്താവേ അവിടുന്ന് കേൾക്കണമേ. നിന്റെ കരുതലും സ്നേഹവും അനുഭവിച്ചു വിശ്വാസധീരതയോടെ മുമ്പോട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ശുശ്രൂഷയിൽ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. എത്രയും പെട്ടെന്ന് കർത്താവേ, ആലയങ്ങൾ തുറക്കപ്പെട്ട് കർത്താവേ, ആത്മാവിലും സത്യത്തിലും നിന്നെ ആരാധിപ്പാൻ, ആരാധന സമൂഹം കൂടി വരുവാൻ ദൈവമേ അവിടുന്ന് സഹായിക്കണമേ. ആരെങ്കിലും രോഗങ്ങളും പ്രയാസങ്ങളിൽ ആയിരിക്കുന്നെങ്കിൽ അവരോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തെ അയക്കണമേ. നിന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കണമേ. എല്ലാവരും പ്രത്യാശ ജീവിക്കാൻ അവിടുന്ന് ഇടയാക്കണമേ. അടിയങ്ങളുടെ പ്രാർത്ഥനയെ കൃപയോടെ കേൾക്കണമേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, ദിവ്യന്മാരുടെ സ്നേഹന്മാരുടെ വിശ്വാസത്തിന്റെ പാറമേൽ ഞങ്ങളുടെ അടിസ്ഥാനത്തെ സ്ഥിരപ്പെടുത്തണമേ. വിശുദ്ധ സഭയുടെ കോൺകല്ലായ ഞങ്ങളുടെ രക്ഷിതാവേശമിശിഹായാകുന്ന ശോധന ചെയ്യപ്പെട്ട കല്ലിന്മേൽ ഞങ്ങളെ പണി ചെയ്യണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ പെട്ടക്കാരുടെ മേലും പെട്ടക്കാരുടെ മേലും ഷെമാശന്മാരുടെ മേലും അവരെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ജനങ്ങളിൽ മേലും നിന്റെ കരുണകൾ നീ ചിന്തുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ മിശിഹായുടെ മഹത്വത്തിനായ സത്യോപദേശം അവർ നിലനിർത്തുവാൻ നിന്റെ ജീവന്റെ മഞ്ഞ അവരുടെ മേൽ തളിക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടിയും ഈ രാജ്യത്തിന്റെ ഭരണകർത്താക്കന്മാർക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും വിവേകവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയവും അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിൻ കീഴ് അവരെ നടത്തണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലാം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും
ദൈവമേ, പിതാവ് ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യമുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും തത്വത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സകല സൃജമാന്തരമായവനും മനുഷ്യരായ കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വിസ്തൃതമായ കന്യകമറിയാവുന്ന മനുഷ്യനായി പോന്തിയോസ് പിലാത്തോസിന്റെ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർശനിച്ച മരിച്ച് അടക്കപ്പെട്ട തിരുപ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ സ്വർഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിനെ വളർത്തുന്നവനും അവസാനമില്ലാത്ത രാജ്യമുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാതനെ വരാനിരിക്കുന്നവനുമായ യേശുവിശ്വർത്താൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പുറപ്പെട്ട പിതാവിനോട് പത്രോട് വന്ദിക്കപ്പെട്ട സ്തുതിക്കപ്പെടുന്നവനും നിബ്യന്മാരും സംസാരിച്ചവനുമായ ജീവനും ഇഷ്ടമുള്ള റൂഹായിലും കാതോലിക പുനഃസികവുമായ ഏകവിശ്വനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ ഒന്ന് മാത്രങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവരുടെ വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പുതു ഞായറിൽ ധ്യാനത്തിനായി സഭ നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ജോൺ ചാപ്റ്റർ 20 വേഴ്സ് 24 to 29. അതിലെ 28-ഉം 29-ഉം വാക്യങ്ങൾ വായിക്കാം. തോമസ് അവനോട്, എന്റെ കർത്താവും എന്റെ ദൈവവും ആയുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ പുതുഞേറിന്റെ അനുഭവത്തിനായി നന്ദിയോടെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പുത്രനെ നീ ഭൂമിയിലേക്ക് അയച്ച് മരണത്തിന് വിധേയപ്പെടുത്തി മരണത്തെ ജയിക്കുന്ന അനുഭവമായി ഉദ്ധാനം ഞങ്ങൾക്ക് പ്രദാനം ചെയ്തുവല്ലോ. ദൈവമേ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്റെ ശിഷ്യഗണങ്ങളെ സന്ദർശിക്കുകയും അവരെ വീണ്ടും വീണ്ടും ഭയരഹിതരാക്കി തീർത്ത് യഥാസ്ഥാനപ്പെടുത്തുന്നതായ ഈ പുതുഞേറിന്റെ അനുഭവം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത് അന്ന് ശിഷ്യന്മാർ ആയിരുന്നതുപോലെ ഭയന്ന ഭവനത്തിലും പ്രവർത്തന മേഖലകളിലും ഞങ്ങൾ ഭയത്തോടെ ആയിരിക്കുമ്പോൾ നീ ഞങ്ങളുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട്, മക്കളെ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, എന്റെ മുറിപ്പാടുകളെ നിങ്ങൾ ദർശിപ്പിൻ, പൂർണ്ണമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് ഇന്നും നിങ്ങൾക്കായി ജീവിക്കുന്നു എന്നുള്ള ശക്തമായ വചനവും സമാധാനത്തിന്റെ അനുഭവവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത കർത്താവേ, ഈ അവസ്ഥകളിൽ രൂപാന്തരം വരുത്തുവാൻ നീ ഞങ്ങളുടെ മധ്യത്തിലുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിപ്പാൻ വിശ്വാസത്തിന്റെ തീഷ്ണത ഞങ്ങൾക്ക് നൽകി തരണമേ. പലപ്പോഴും തോമസിനെ പോലെ അവിശ്വാസത്തിന്റെ തലങ്ങൾ കണ്ടാൽ മാത്രമേ, തൊട്ടാൽ മാത്രമേ വിശ്വസിക്കൂ എന്ന മത്സരിച്ചു പോയ മത്സരത്തിന്റെ അനുഭവങ്ങളെ ഞങ്ങളിൽ നിന്ന് മാറ്റി വിശ്വാസത്തിന്റെ തീഷ്ണത കാണാതെ വിശ്വസിക്കുന്ന അനുഭവക്കാരായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഈ പ്രതികൂലതകളുടെ മധ്യത്തിൽ ഈ പുതുഞേറിന്റെ വചന കേൾവി ഞങ്ങൾക്കെല്ലാവർക്കും പുത്തനുണർവ്, പുതുജീവന്റെ അനുഭവം പ്രാപിക്കുവാൻ മുഖാന്തരമാക്കണമേ. നീ ഞങ്ങളോട് സംസാരിക്കണമേ. നീ തരുന്നതായ സമാധാനത്തിന്റെ അനുഭവം ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ ഞങ്ങളെല്ലാവരെയും ശക്തീകരിക്കണമേ. അടിയങ്ങളുടെ പ്രാർത്ഥനയെ കൃപയോടെ കേൾക്കണമേ. എഡ്വേർഡ് ഷില്ലിറ്റോയുടെ തിരുമുറിവുകളുടെ യേശു എന്ന അത്യുജ്വലമായ കവിതയിൽ നിന്ന് ചില വരികൾ പറയട്ടെ. വാതായനങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ അങ്ങ് അടുത്ത് വരുന്നു. ആ കൈകൾ മാത്രം കാണിക്കൂ.
അങ്ങയുടെ പാർശ്വഭാഗവും. മുറിവുകൾ എന്നാൽ എന്തെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴറിയാം. ഞങ്ങൾക്ക് പേടിയില്ല. അങ്ങയുടെ തിരുമുറിവുകൾ കാണിക്കും. ഹസ്താക്ഷരം കൊണ്ടുള്ള ദൃഢീകരണം ഞങ്ങൾക്ക് അറിയാം. മറ്റ് ഈശ്വരന്മാർ അതിശക്തന്മാരായിരുന്നു, പക്ഷേ അങ്ങ് ദുർബലൻ. അവർ മുന്നേറി. അങ്ങ് ഒരു സിംഹാസനത്തിലേക്ക് കാലിടറി വീണു. പക്ഷേ ഞങ്ങളുടെ മുറിവുകളിലേക്ക് ഈശ്വരന്റെ മുറിവുകൾക്ക് സംസാരിക്കാൻ ആവൂ. പക്ഷേ ഞങ്ങളുടെ മുറിവുകളിലേക്ക് ഈശ്വരന്റെ മുറിവുകൾക്ക് സംസാരിക്കാനാവും. ഒരു ഈശ്വരനും മുറിവുകളില്ല, അങ്ങയ്ക്ക് മാത്രമേ അവ ഉള്ളൂ. ഒരു ഈശ്വരനും മുറിവുകളില്ല, അങ്ങയ്ക്ക് മാത്രമേ അവ ഉള്ളൂ. കുരിശാകുന്ന സിംഹാസനത്തിലേക്ക് കാലിടറി വീണ യേശു മാത്രമാണ് മുറിവുകളുള്ള ദൈവം. മുറിവുകളുള്ള മനുഷ്യരോട് സംവദിക്കാൻ മുറിവുകളുള്ള ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. മുറിവുകളുള്ള മനുഷ്യരോട് സംവദിക്കുവാൻ മുറിവുകളുള്ള ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഒന്നോർത്താൽ മുറിപ്പാടുകൾ ഏറെ ഓർമ്മകൾ പ്രദാനം ചെയ്യുന്നുണ്ട് എനിക്കും നിങ്ങൾക്കും. നമ്മുടെ ശരീരത്തിൽ കുഞ്ഞുനാളിലുണ്ടായ മുറിവിന്റെ കലകൾ നമ്മെ പലതും ഓർമ്മിപ്പിക്കുന്നില്ലേ? നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവേറ്റ ആ മുറിപ്പാടുകൾ വലിയ കടപ്പാടിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ്. നമുക്ക് വേണ്ടി സ്വന്തം ആരോഗ്യവും സൗന്ദര്യവും ഭാവിയും ജീവിതവും ചിലവഴിച്ച ശോഷിച്ച ചുളിവുകളുള്ള മാതാപിതാക്കളുടെ മുഖം നമ്മെ എന്തെങ്കിലുമൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ടോ? കഥകടച്ച് ഭയചകിതരായിരുന്ന ശിഷ്യഗണത്തെയും നേരിൽ കാണാതെ വിശ്വസിക്കില്ലെന്ന് നിർബന്ധം പിടിച്ച തോമസിനെയും യേശു വിശ്വാസത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് തന്റെ മുറിപ്പാടുകൾ കാണിച്ചുകൊണ്ടാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ അവരെ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. On the evening of that day, the first day of the week, the doors being locked, where the disciples were for fear of the Jews, Jesus came and stood among them and said to them, "Peace be with you." When he had said this, he showed them his hands and his side. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം വാക്യം 20-ാം അധ്യായം 27-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ വിലാപ്പുറത്ത് ഇടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. Then he said to Thomas, "Put your finger here and see my hands, and put out your hand and place it in my side. Do not disbelieve, but believe." യേശുവിന്റെ ശരീരത്തിലെ മുറിവുകൾ അവൻ ഏറ്റുവാങ്ങിയ സഹനത്തിന്റെ നിത്യ സ്മാരകങ്ങളാണ്. അത് നിഷേധിക്കുവാൻ ആർക്കും കഴിയുകയില്ല. മുറിവുകൾ നാവിനേക്കാൾ വാചാലമാണ്. അവരന് വേണ്ടി സഹിച്ചതിന്റെ മുറിപ്പാടുകൾ അവരന് വേണ്ടി സഹിച്ച തന്റെ മുറിപ്പാടുകൾ കാട്ടുവാൻ കഴിയുന്നവന് മാത്രമേ അവരനെ നേടുവാൻ കഴിയുകയുള്ളൂ. പല മാതാപിതാക്കളുടെയും ഗുരുനാഥന്മാരുടെയും അജമാലകരുടെയും വാക്കുകളെ ജനം ചിലപ്പോഴെങ്കിലും തള്ളിക്കളയുന്നെങ്കിൽ അതിന് കാരണം അവർക്ക് വേണ്ടി, ജനത്തിനു വേണ്ടി, മക്കൾക്ക് വേണ്ടി സഹിച്ചതിന്റെ മുറിപ്പാടുകൾ കാണിച്ചു കൊടുക്കുവാൻ ആകാത്തതുകൊണ്ടാണ്. ഈ പുതുഞേർ നമ്മെ കർത്താവിന്റെ മുറിപ്പാടുകൾ ചിലതൊക്കെ ഓർമ്മപ്പെടുത്തുന്നു. അതോ പിടിവാശി കാരണം പുതുതാകാൻ കഴിയാതെ പോകുന്നുണ്ടോ? പിടിവാശി കാരണം പുതുതാകാൻ കഴിയാതെ പോകുന്നുണ്ടോ? തോമസിന്റെയും ശിഷ്യരുടെയും അനുഭവത്തിലൂടെ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമത്, ഉദ്ധാനത്തിനു ശേഷവും ഉയർക്കാത്തവരെ ഭയരഹിതരാക്കുന്ന യേശു. ഉദ്ധാനത്തിനു ശേഷവും ഉയർക്കാത്തവരെ ഭയരഹിതരാക്കുന്ന യേശു. ശിഷ്യരെ യേശു
സമാധാന ആശംസയിലൂടെ വിളിച്ച് ഉയർത്തുകയായിരുന്നു. അവരുടെ മുറിയുടെ വാതിൽ മാത്രമല്ല, അവരുടെ ഹൃദയവാതിലും അടയ്ക്കപ്പെട്ടിരുന്നു. വാതിലടച്ചിരിക്കുന്നവരുടെ ഹൃദയവാതിൽ തുറക്കാനാണ് അവൻ വന്നത്. ജീവിതത്തിന്റെയും ഹൃദയത്തിന്റെയും വാതിലടയ്ക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളുടെയും മധ്യത്തിൽ നിന്നുകൊണ്ട് അവൻ നമ്മോട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം, പീസ് ബി വിത്ത് യു. അവർക്ക് വേണ്ടി അവരുടെ നമ്മുടെ വിടുതലിനായി അവൻ അനുഭവിച്ച വേദനകളുടെ ജീവിക്കുന്ന പാടുകൾ, അടയാളങ്ങളെ അവരെ നമ്മെ അവൻ കാണിക്കുകയാണ്. നമുക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി, ഈ ലോക ജനതയ്ക്ക് വേണ്ടി അവൻ ഏറ്റ മുറിപ്പാടുകളെ അവൻ അവരെ കാണിക്കുന്നു. എന്നെയും നിങ്ങളെയും ആ മുറിപ്പാടുകൾ അവൻ കാണിക്കുന്നു. അതിനുശേഷം അവൻ അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ നൽകുന്നതായിട്ടാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. 20-ാം അധ്യായം 21 മുതൽ 22 വരെ വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ, അവരെ ശക്തിപ്പെടുത്തുകയും ദൗത്യം ഫലമേൽപ്പിച്ചവരെ കർമ്മനിരതരാക്കുകയും ചെയ്യുകയാണ്. ഭയന്നിരുന്നവർ ഈ ലോകത്തെ കീഴ്മേൽ മറിക്കത്തക്ക ശക്തിയായി മുറിപ്പാടുകളുള്ള കർത്താവ് അവരെ ഈ ലോകത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ആവാസം അനുഭവിപ്പിച്ചുകൊണ്ട് അയക്കുകയാണ്. 23-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. വലിയ ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി മുറിപ്പാടുകളെ സഹിച്ച് സകല ജനതയുടെയും പാപത്തിനും വിടുതലായി തീരുവാൻ പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുത്ത് ഭയത്തിന്റെ അനുഭവത്തിലായിരുന്നവർക്ക് സമാധാനം ഘോഷിച്ച് ആ തന്റെ ശരീരത്തിലുള്ള അടയാളങ്ങളെ കാണിച്ച് ശക്തിപ്പെടുത്തി നിയോഗങ്ങളെ നൽകി അയക്കുന്നവനായ കർത്താവ്. ഒരുപാട് ഉദ്ധാന തിരുനാളുകൾ ആഘോഷിച്ചിട്ടും ഇന്നും തോമസിനെ പോലെ ഉദ്ധാന അനുഭവം ലഭിക്കാത്തവരും നമ്മുടെ ഇടയിൽ ഉണ്ട്. 24-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും, എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. Now Thomas, one of the 12, called the twin, was not with them when Jesus came. തോമസിന്റെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെടും. ആഴ്ചയുടെ ആദ്യ ദിവസം തോമസിന്റെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെടുകയാണ്. The first day of the week. അതിരാവിലെ തന്റെ കൂട്ടുകാർ പേടിച്ച് മാളികമുറിയിൽ കൂട്ടായ്മ ആചരിക്കുമ്പോൾ തോമസ് അവരോടൊപ്പം ഇല്ലായിരുന്നു. ഇത് സംഭവിക്കുവാൻ പാടില്ലാത്ത അസാന്നിധ്യമാണ്. സഭാ കൂട്ടായ്മയെ അവഗണിക്കുന്ന അസാന്നിധ്യങ്ങൾക്ക് ന്യായീകരണം കണ്ടെത്തിയത് കൊണ്ട് പ്രയോജനമില്ല. സഭാ കൂട്ടായ്മയെ അവഗണിക്കുന്ന സാന്നിധ്യങ്ങൾക്ക് ന്യായീകരണം കണ്ടെത്തിയത് കൊണ്ട് പ്രയോജനമില്ലല്ലോ. ചില അസാന്നിധ്യങ്ങൾ യാദൃച്ഛികവും മറ്റു ചിലത് ബോധപൂർവവും ആണ്. തോമസ് ശ്ലീഹായുടെ സാന്നിധ്യം യാദൃച്ഛികമായിരുന്നു. തോമസ് ധീരനായതുകൊണ്ട് ഭയചകിതരായിരുന്ന ശിഷ്യന്മാർക്ക് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾക്കായി പുറത്ത് പോയതായിരിക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പുറത്തു പോയതിന്റെ കാരണം എന്താണെങ്കിലും തോമസിന് ക്രിസ്താനുഭവം നഷ്ടമാകുവാൻ പ്രസ്തുത അസാന്നിധ്യം കാരണമായി. ഉദ്ധാനത്തിനു ശേഷവും ഉയർക്കാത്തവന്റെ പ്രതിനിധിയായി തോമസ് നിൽക്കുന്നു. ഉയർത്തവൻ അവന്റെയും ആശങ്കകളെ മാറ്റുന്നതാണ് പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം തന്റെ ശിഷ്യഗണത്തിന് പ്രത്യക്ഷമാകുമ്പോൾ ആ ഉയർപ്പിന്റെ അനുഭവത്തിലും ഉയർപ്പിൻ്റെതായ ആഴവും വിശ്വാസവും അനുഭവവും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കാം. കൂട്ടായ്മയിൽ നിന്ന് വ്യതിചലിച്ചു പോയവൻ അവന്റെ അടുക്കലേക്ക് കർത്താവ് കടന്നു അവന്റെ ആശങ്കകളെ മാറ്റുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. രണ്ടാമത്, ഉദ്ധിതനെ കാണാതെ വിശ്വസിക്കുകയില്ല എന്ന് വാശി പിടിക്കുന്ന തോമസ്. രണ്ടാമത്, ഉദ്ധിതനെ കാണാതെ വിശ്വസിക്കുകയില്ല എന്ന് വാശി പിടിക്കുന്ന തോമസ്. 25-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കും, മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറ്
ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. So the other disciple told him, we have seen the Lord. But he said to them, unless I see in his hands the mark of the nails, and place my finger into the mark of the nails, and place my hand into his side, I will never believe. കാഴ്ചയും വിശ്വാസവും തമ്മിലുള്ള പാരസ്പര്യതയാണ് ഈ വചനഭാഗത്തിന്റെ പൊരുൾ. കാണുന്നതേ വിശ്വസിക്കൂ എന്ന പിടിവാശി, കണ്ടതെല്ലാം വിശ്വാസയോഗ്യമാണെന്ന നിഗമനവും, കാണാത്തവയിൽ കഥയില്ല എന്ന കാഴ്ചപ്പാടും ഒരുപോലെ അപകടകരമാണ്. കാഴ്ച പലപ്പോഴും കപടമാണ്. പെർസെപ്ഷൻ ഈസ് ഡിസെപ്റ്റീവ്. സത്യം കാഴ്ചയ്ക്കപ്പുറമാണ് എന്നതിന് തർക്കമില്ല. കാഴ്ചയോളം നമ്മെ വഞ്ചിച്ച മറ്റൊരു ഇന്ദ്രിയ അനുഭവം ഉണ്ടോ എന്നത് തർക്കവിഷയമാണ്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന തിരിച്ചറിവിലെ കാലതാമസത്തിന് ചിലപ്പോൾ ജീവിതം മുഴുവൻ വിലയായി കൊടുക്കേണ്ടി വരും. പ്രഥമ ദൃഷ്ട്യാ അനുരക്തരായ കവിതാക്കൾ കാലാന്തരത്തിൽ പരസ്പരം വഞ്ചിച്ചും വെറുത്തും ജീവിക്കുന്നതിന് ദൃഷ്ടാന്തങ്ങൾ എത്ര വേണമെങ്കിലും ഉണ്ട്. കാഴ്ചയിൽ സുന്ദരനും സുന്ദരിയുമായതിനാൽ ആകർഷണീയരായവരുടെ ആന്തരിക വൈകൃതങ്ങൾ നമ്മെ ഒട്ടൊന്നുമല്ല സങ്കടപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യക്ഷത്തിൽ അവഗണനീയരെന്ന് കരുതിയവരിൽ പലരുടെയും ആന്തരിക ഗരിമ നമ്മെ അത്ഭുതപ്പെടുത്താറുണ്ട്. എന്നാൽ കാഴ്ച ഇന്ദ്രിയങ്ങളുടെ തലത്തിനപ്പുറത്തേക്ക് നീങ്ങുന്ന അനുഭവങ്ങളെ കുറിച്ച് യോഹന്നാൻ സുവിശേഷകൻ പറയുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ റബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. 39-ാമത്തെ വാക്യം, അവൻ അവരോട് വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. കം ആൻഡ് യു വിൽ സീ. ഈ ക്ഷണത്തിൽ കാഴ്ചയ്ക്ക് ദൈവവിളിയുടെ അതിഭൗതിക മാനമാണ്. കണ്ണുണ്ടായിട്ടും കാണാത്തവരെ കുറിച്ച് പറയുമ്പോഴും കണ്ണില്ലാത്തവരുടെ കാഴ്ചയെ കുറിച്ച് പറയുമ്പോഴും യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 37 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ കാഴ്ചയുടെ അതീന്ദ്രിയ മാനമാണ് ക്രിസ്തു വിവേക്ഷിക്കുന്നത്. യേശുവിന്റെ തിരുമുറിവുകളിലേക്ക് നോക്കി ഉദ്ധാന രഹസ്യം ഗ്രഹിക്കാനുള്ള നിർബന്ധ ബുദ്ധിയായി തോമസിന്റെ ആവശ്യത്തെ നമുക്ക് മനസ്സിലാക്കാം. കണ്ണുകൊണ്ട് കണ്ടും സൂക്ഷിച്ചും തൊട്ടതും കേട്ടതുമായിട്ടാണ് ക്രിസ്താനുഭവത്തെ ആദിമ സഭ മനസ്സിലാക്കിയിരിക്കുന്നത്. 1 യോഹന്നാൻ 1:1. തന്മൂലം തന്റെ അപ്പോസ്തോലികതയുടെ ആധികാരികതയ്ക്ക് തെളിവായാണ് കണ്ടും തൊട്ടുമുള്ള ക്രിസ്താനുഭവത്തിനായി തോമസ് ശ്ലീഹ നിർബന്ധ ബുദ്ധി കാട്ടുന്നത്. ഗൾഫിൽ പോയ ഭർത്താവ് അവധിക്ക് വന്നത് അയൽക്കാര് പറഞ്ഞല്ല ഭാര്യ പറയേണ്ടത് എന്ന് പറയുന്നത് പോലെയാണ് തന്റെ സ്നേഹനാഥനെ നേരിൽ കാണാനും അറിയാനും തോമസ് ശ്ലീഹ നിർബന്ധം പിടിച്ചത്. ഗൾഫിൽ പോയ ഭർത്താവ് അവധിക്ക് വന്നത് അയൽക്കാര് പറഞ്ഞല്ല ഭാര്യ അറിയേണ്ടത് എന്ന് പറയുന്നത് പോലെയാണ് തന്റെ സ്നേഹനാഥനെ നേരിൽ കാണാനും അറിയാനും തോമസ് ശ്ലീഹ നിർബന്ധം പിടിക്കുന്നത്. തോമസ് ശ്ലീഹ സംശയാലു എന്ന് പലരും അധിക്ഷേപിക്കാം. എന്നാൽ സംശയിക്കുന്നത് വിശ്വാസത്തിന് വിരുദ്ധമല്ല. സംശയങ്ങൾ 2 തരം. വിശ്വാസ വളർച്ചയുടെ ഭാഗമായുള്ള സംശയവും അവിശ്വാസത്തിൽ ആഴപ്പെടാനുള്ള സംശയം. വിശ്വാസത്തിന്റെ യുക്തിപരതയിലേക്കാണ് തോമസിന്റെ സംശയം വിരൽ ചൂണ്ടുന്നത്. അന്ധവിശ്വാസങ്ങളുടെ അപജയത്തിൽ നിന്നും സത്യവിശ്വാസത്തെ സംരക്ഷിക്കാൻ സംശയത്തിനും ചോദ്യങ്ങൾക്കും കഴിയും. വിശ്വാസം യുക്തിയുടെ വിഷയമാണെങ്കിലും അത് യുക്തിരഹിതമായ അന്ധവിശ്വാസമല്ല. വിശ്വാസവും യുക്തിയും തമ്മിലുള്ള പാരസ്പര്യം നഷ്ടമാകുമ്പോഴാണ് വിഘടിത ഗ്രൂപ്പുകൾ രൂപം കൊള്ളുന്നത്. ലോകാവസാനത്തിന്റെ തീയതി പ്രഖ്യാപനവും കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുവാനുള്ള ആഹ്വാനവും സമ്പത്ത് വിറ്റ് വിഘടിത ഗ്രൂപ്പിന്റെ നേതാവിനെ ഏൽപ്പിക്കുവാനുള്ള കൽപ്പനയും ഒക്കെ പുറപ്പെടുവിക്കുവാൻ വിഘടിത ഗ്രൂപ്പുകളുടെ നേതാക്കൾക്ക് കഴിയുന്നത് യുക്തിവിരുദ്ധമായ വിശ്വാസത്തിന്റെ തണലിലാണ്.
ആൾ ദൈവം ശക്തിപ്പെടുന്നതും ഇതേ യുക്തിരാഹിത്യം കൊണ്ടാണ്. തോമാസ് ശ്ലീഹായുടെ വിശ്വാസം യുക്തിയുടെ പിൻബലമുള്ള വിശ്വാസമായിരുന്നു. അതുകൊണ്ട് അതിനെ പാപകരമായ സംശയമായി കരുതേണ്ടതില്ല. തോമാസ് ശ്ലീഹായുടെ വിശ്വാസം യുക്തിയുടെ പിൻബലമുള്ള വിശ്വാസമായിരുന്നു. അതുകൊണ്ട് അതിനെ പാപകരമായ സംശയമായി കരുതേണ്ടതില്ല. മൂന്നാമതായി, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. Blessed are those who have not seen. തോമസിനെ യേശു തന്റെ മുറിവുകൾ തൊട്ടു നോക്കുവാൻ ക്ഷണിച്ചെങ്കിലും തോമസ് തൊട്ടതായി സുവിശേഷത്തിൽ പറയുന്നില്ല. കാരണം യേശു സാന്നിധ്യത്തിൽ അവന്റെ സകല സംശയങ്ങളും ഇല്ലാതെയായി. യേശുവിന്റെ സാന്നിധ്യത്തിൽ തന്നെ അവന്റെ സകല സംശയങ്ങളും ഇല്ലാതെയാവുകയാണ്. പഴയ നിയമത്തിലെ യാഹ്വയ്ക്ക് തുല്യനായി യേശുവിനെ പുതിയ നിയമത്തിൽ കർത്താവും ദൈവവുമായി, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ് ഏറ്റുപറയുന്നത് തോമസ് ആണ്. മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. തോമസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിന് കർത്താവ് നൽകുന്ന മറുപടിയാണ്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. How you believe because you have seen me. Blessed are those who have not seen and yet have believed. കാണാതെ വിശ്വസിക്കുന്നവർ തിരുസഭയിലെ അംഗങ്ങളാണ്. ക്രിസ്തുവിനെ നേരിൽ കാണാതെ വിശ്വസിക്കുന്ന സഭാംഗങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്ന് ക്രിസ്തു വ്യക്തമാക്കുന്നു. സഭയുടെ കൗദാശിക മാനം കൂടി ഈ വാക്കുകളിൽ അന്തർലീനമാണ്. ഓരോ കൂദാശയും കാണാതെ വിശ്വസിക്കുവാനുള്ള ആഹ്വാനമാണ്. ഓരോ കൂദാശയും കാണാതെ വിശ്വസിക്കുവാനുള്ള ആഹ്വാനമാണ്. അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ ആവിഷ്കാരമാണ് ഓരോ കൂദാശയിലും നാം അനുഭവിക്കുന്നത്. അപ്പവീഞ്ഞുകളിലെ തിരുസാന്നിധ്യം കാണാതെയുള്ള വിശ്വാസത്തിന്റെ മകുടമായ ഉദാഹരണമാണ്. ഇങ്ങനെ കൂദാശ ജീവിതം നയിക്കുന്ന വിശ്വാസികളെയാണ് കാണാതെ വിശ്വസിക്കുന്നവർ എന്ന് അർത്ഥമാക്കുന്നത്. കൗദാശിക വിശ്വാസമുള്ളവർ ഭാഗ്യവാന്മാരാണ്. കൗദാശിക വിശ്വാസമുള്ളവർ ഭാഗ്യവാന്മാരാണ്. തോമസിന്റെ നിർബന്ധ ബുദ്ധിക്ക് മുന്നിൽ കീഴടങ്ങിയ അപ്പോസ്തലനുമായി അനുരഞ്ജനപ്പെടുവാൻ വരുന്ന ക്രിസ്തു സ്നേഹത്തിന്റെ സമ്പൂർണ്ണ മാതൃകയാണ്. പലപ്പോഴും ഭിന്നിച്ചും കലഹിച്ചും കഴിയുന്നവരുടെ പിടിവാശികൾക്ക് അടിസ്ഥാനങ്ങളൊന്നും ഉണ്ടാകണം എന്നില്ല. ന്യായം അത്രയും തന്റെ ഭാഗത്താണെങ്കിലും പിടിവാശികൾക്ക് മുൻപിൽ ഒന്ന് തോറ്റുകൊടുത്താൽ ബന്ധങ്ങൾ ദൃഢമാക്കാം, നഷ്ടങ്ങളെ നേട്ടമാക്കാം. ഇതാണ് ഉയർത്തെഴുന്നേറ്റ യേശു തോമസിന്റെ മേൽ നടത്തിയ പ്രവർത്തനം. അവൻ യഥാസ്ഥാനപ്പെട്ട് വിശ്വാസ പ്രഖ്യാപനം നടത്തി, എന്റെ കർത്താവും എന്റെ ദൈവവുമേ, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. നമുക്കും ഇതുപോലെ ദൈവസന്നിധിയിൽ ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ വിശ്വാസ പ്രഖ്യാപനം നടത്താം. നമ്മളോടൊപ്പം നടന്ന, നമ്മളെ ഓരോ നിമിഷവും ബലപ്പെടുത്തുന്ന, യഥാസ്ഥാനപ്പെടുത്തുന്ന കർത്താവിനെ നമ്മൾ കാണുന്നില്ലെങ്കിലും, അവന്റെ മുറിപ്പാടുകൾ കാണുന്നില്ലെങ്കിലും അവനെ വിശ്വസിക്കണം. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഭയം, COVID-19 മൂലം നമ്മൾ ഭയന്ന വാതിലുകൾ അടച്ച് ഭവനത്തിനുള്ളിൽ പ്രവർത്തന മേഖലകളിലും ആയിരിക്കുമ്പോൾ അവൻ നമ്മളോടൊപ്പം ഉണ്ട്. അവൻ നമ്മുടെ ഹൃദയവാതിൽ തുറന്ന് അകത്തു കടന്ന സകല ഭയത്തിൽ നിന്നും വിടുതൽ തരുന്നു. എന്നാൽ നാം അത് തിരിച്ചറിയാതെ അവനെ കണ്ടേ പറ്റുകയുള്ളൂ, നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി ഏറ്റ മുറിപ്പാടുകളിൽ വിരലിട്ടാലേ വിശ്വസിക്കുകയുള്ളൂ എന്ന് മത്സരിക്കുന്നു. തോമസിനെ പോലെ കണ്ടാലേ വിശ്വസിക്കൂ എന്ന് വാശി പിടിക്കുന്നുവോ? എന്നാൽ അവൻ നമുക്കായി ഏറ്റ മുറിപ്പാടുകളുമായി ഇപ്പോഴും നമ്മളെ നഷ്ടപ്പെടുത്തുവാൻ മനസ്സില്ലാതെ നമ്മോട് ക്ഷമിച്ച് വീണ്ടും വീണ്ടും നമുക്കായി നമ്മളുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ട് നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്നു. കാണാതെ വിശ്വസിച്ച് ഭാഗ്യവാന്മാരാകാൻ നമുക്ക് പരിശ്രമിക്കാം. കാണാതെ വിശ്വസിച്ചിട്ടില്ല ഭാഗ്യവാന്മാരാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. കൗദാശിക വിശ്വാസമുള്ള ഭാഗ്യവാന്മാരായി നിൽപ്പാൻ നമുക്ക് തോമസിനെ പോലെ വിശ്വാസ പ്രഖ്യാപനം നടത്താം. എന്റെ കർത്താവും എന്റെ ദൈവവുമേ, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദിയോട് സ്തോത്രം. ഒരു പുതുഞേർ കൂടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് നൽകിയല്ലോ. നന്ദിയോട് സ്തോത്രം. ഈ ലോക ജീവിതത്തിന്റെ അനുഭവത്തിൽ ഭയത്തിൻ്റെതായ അനുഭവം വർദ്ധിച്ചു. ഭവനങ്ങളിലും പ്രവർത്തന മേഖലകളിലും ആയിരിക്കുന്നതായ
നിന്റെ സൃഷ്ടിയുടെ അനുഭവങ്ങൾ അവിടുന്ന് പ്രത്യക്ഷനാകുകയും മകനെ മകളെ ഭയപ്പെടേണ്ട എന്ന ഇമ്പമേറിയ ശബ്ദം നീ ഞങ്ങളെ കേൾപ്പിക്കുകയും പൂർണ്ണമായ ഭയരഹിതമായ അനുഭവത്തിലേക്ക് ശിഷ്യന്മാരെ നിന്റെ അടയാളങ്ങൾ കാണിച്ച് വേർതിരിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുത്ത് അവിടുത്തെ നിയോഗമേൽപ്പിച്ച് ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ അയച്ചതുപോലെ ഞങ്ങളെയും ഭയരഹിതരാക്കി നിന്റെ ശുശ്രൂഷകരാക്കി അനേകർക്ക് നിന്റെ സ്നേഹത്തെ പകർന്നു കൊടുക്കുകയും അനേകർക്ക് നിന്റെ സൗഖ്യത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന വിശ്വാസ സമൂഹമായി അവിടുന്ന് നട്ട് വളർത്തണമേ. എന്നാൽ ദൈവമേ, പലപ്പോഴും ഞങ്ങൾ അവിശ്വാസത്തിന്റെ തലങ്ങളിൽ ചിലതൊക്കെ വാശി പിടിച്ച് നിന്നോട് മത്സരിച്ചു പോയി കർത്താവേ. ചിലതൊക്കെ കണ്ടാലേ വിശ്വസിക്കൂ, തൊട്ടാലേ വിശ്വസിക്കൂ, അനുഭവിച്ചറിഞ്ഞാലേ വിശ്വസിക്കൂ എന്നൊക്കെ വാശി പിടിച്ചു പോയതായ അനുഭവങ്ങളുടെ മധ്യത്തിൽ തോമസിനെ അവിടെ നേതാസ്ഥാനപ്പെടുത്തിയതുപോലെ വീണ്ടും വീണ്ടും അവന് പ്രത്യക്ഷപ്പെട്ട അവിടുത്തെ മുറപ്പാടുകളെ കാട്ടിക്കൊടുത്ത വിശ്വാസത്തിന്റെ ധീരമായ അനുഭവത്തിലേക്ക് അവനെ യഥാസ്ഥാനപ്പെടുത്തുകയും ഞങ്ങളുടെ മധ്യത്തിലേക്ക് നിന്റെ ദൂതമായ അയക്കുകയും ചെയ്തുവല്ലോ. ശക്തമായ വിശ്വാസ പ്രഖ്യാപനം നടത്തുവാൻ എന്റെ കർത്താവും എന്റെ ദൈവമേ എന്ന് നിലവിളിക്കുന്ന അനുഭവത്തിലേക്ക് രൂപപ്പെടുവാൻ നിന്റെ സാന്നിധ്യം തോമസിനെ ശക്തീകരിച്ചുവല്ലോ. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നുള്ള അത്ഭുതമേറിയ അനുഭവത്തിലേക്ക് അവനെ രൂപാന്തരപ്പെടുത്തുവാൻ അവിടുന്ന് അരുൾ ചെയ്തതായ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളും കർത്താവേ, കാണാതെ വിശ്വസിക്കുന്ന കൗദാശിക ജനമായി വിശ്വാസത്തിന്റെ അനുഭവത്തിൽ മുറിക്കപ്പെടുവാൻ, നിനക്കായി ചിന്തപ്പെടുവാൻ, അനേകരെ നിന്റെ സ്നേഹത്തെ കാട്ടിക്കൊടുക്കുന്ന ജീവിക്കുന്ന യാഥാർത്ഥ്യങ്ങളായി ഈ ലോക ജീവിതത്തിൽ നിലനിൽക്കുവാനും നീ ഒരുക്കിയിരിക്കുന്നതായ ആ നിത്യനിത്യതയുടെ അനുഭവത്തിലേക്ക് വിശ്വാസധീരതയോടെ യാത്ര ചെയ്യുവാനും ഞങ്ങളെല്ലാവരെയും ശക്തീകരിക്കണമേ. അതിന് ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ശക്തമായ ചില വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഈ ദിനങ്ങളിൽ ഉണ്ടാകുവാൻ അവിടുന്ന് ഞങ്ങളെല്ലാവരെയും വചനത്താൽ നിറയ്ക്കണമേ. ഈ പുതുഞേറിന്റെ അനുഭവം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഭയരഹിതരായി വിശ്വാസധീരതയോടെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കണമേ. അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. യഥാർത്ഥവത്തായ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും ജീവിതത്തിന്റെ പ്രവർത്തന തലങ്ങളിൽ നിനക്കായി ജീവിപ്പാനും ഞങ്ങളെല്ലാവരെയും ശക്തീകരിക്കണമേ. രോഗങ്ങളിലും പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും ആയിരിക്കുന്നവരോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വലിയ ബാധയുടെ അനുഭവത്തിൽ നിന്ന് കർത്താവേ, ഞങ്ങളുടെ ജനതയെ, നിന്റെ സൃഷ്ടിയെ അവിടുന്ന് വീണ്ടെടുക്കണമേ, അവിടുന്ന് മനസ്സലിയണമേ. ദാവീദുപുത്രാ, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നുള്ള നിലവിളി നിന്റെ സന്നിധിയിലെത്തുവാനും ഞങ്ങളുടെ കണ്ണുനീര് അവിടുന്ന് തുരുത്തിയിൽ ശേഖരിച്ചു വെച്ച് അവയ്ക്ക് മറുപടി തരികയും ചെയ്യുന്ന ദൈവമാണല്ലോ. വേർപാടിന് ദുഃഖം അനുഭവിക്കുന്ന ഭവനങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. സ്വർഗീയ സമാധാനത്താൽ എല്ലാവരെയും നിറയ്ക്കണമേ. ഞങ്ങളുടെ സഖിയോൻ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ആപത്തനർത്ഥങ്ങളിൽ നിന്നും കാവൽ ചെയ്യണമേ. ഈ വലിയ വിപത്തിനെതിരെ അതിനെ പരാജയപ്പെടുത്തുവാനായി അധ്വാനിക്കുന്ന എല്ലാ കരങ്ങളെയും അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. ഏവർക്കും പുതുജീവന്റെ അനുഭവത്തെ പ്രദാനം ചെയ്ത് ശക്തീകരിക്കണമേ. അടിയങ്ങളുടെ പ്രാർത്ഥനയെ കൃപയോടെ കേൾക്കണമേ. ആശീർവാദത്തിനായി എല്ലാവർക്കും എഴുന്നേൽക്കാം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായേ, നിന്റെ കൃപയാലും ധാരാളമായ കരുണകളാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന് എന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ
പ്രാർത്ഥന നിനക്ക് ബഹുമാനകരമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോട് കൂടെ ഒരുങ്ങും സംബന്ധിച്ചിട്ടുള്ള എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. അനുഗ്രഹത്തോടെ യഹോവയേ,